നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളോടെ കത്തിക്കയറുകയാണ് സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും. അതിനിടെയാണ് ഇനി കുറച്ച് സീറ്റുകളിൽ കൂടി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളത്. അത് മിക്കവാറും ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന കിട്ടുന്നത്. EP ജയരാജൻ 2 ദിവസം മൗനത്തിലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ബിസിനസ് ബന്ധങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി. കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് VD സതീശനെതിരെ കനത്ത ആരോപണമാണ്. VD സതീശനെതിരെ കൃത്യമായി കുറേയേറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇന്ന് EP ജയരാജൻ ചെയ്തത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരാൾ വന്നു, പക്ഷെ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. കാരണം വെറുതെ എന്തിനാ എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനൊരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത്? ബിസിനസ് ബന്ധങ്ങൾ കുഴപ്പിക്കുമ്പോൾ വൈദേകം റിസോർട്ടുമായുള്ള ബന്ധം ഒഴിവാക്കാൻ EP ജയരാജൻ. ഭാര്യയുടെ ഓഹരി വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് ജയരാജൻ. വാങ്ങാൻ ആരെങ്കിലും വന്നാൽ ബിസിനസ്സിൽ നിന്ന് പിന്മാറും. ഭാര്യയുടെ പടം വെട്ടിയൊട്ടിച്ചത് സതീശന്റെ കപട രാഷ്ട്രീയമെന്ന് ജയരാജൻ. വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. അനാസ്ഥയുടെ ഇരയായ അനന്തുവിന് നാട് വിട ചൊല്ലുന്നു. ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തലയിൽ വീണ് മരിച്ച BDS വിദ്യാർത്ഥിയുടെ മൃതദേഹം വിഴിഞ്ഞത്തെ വീട്ടിലെത്തിച്ചു. ടിപ്പർ ലോറികൾക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ്. നാട്ടുകാർ അമർഷത്തിൽ. വേനൽ ചൂടിലും വിവാദങ്ങൾ കത്തിക്കയറി തെരഞ്ഞെടുപ്പ് പ്രചാരണം. തിരുവനന്തപുരത്തെ തീരമേഖലയെ കയ്യിലെടുക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ തീവ്ര ശ്രമത്തിനിടെ ബഹിഷ്കരണ മുന്നറിയിപ്പുമായി ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ. സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി വിധിയിൽ വിയോജിപ്പെന്ന് അമിത്ഷാ. വിധി അംഗീകരിക്കുന്നു. BJP 370 സീറ്റ് മറികടക്കുമെന്നും അമിത്ഷാ ന്യൂസ് 18 റൈസിംഗ് ഭാരത് സമ്മിറ്റിൽ. കളമശ്ശേരിയിൽ നടു റോഡിൽ യുവതിയെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമം. ഭർത്താവ് ആശ്ലിൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പ്രതി പതിവ് ശല്യക്കാരൻ. നീറ്റ് പരീക്ഷ റദ്ദാക്കുമെന്ന വാഗ്ദാനവുമായി DMK പ്രകടന പത്രിക. പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്നും വാഗ്ദാനം. കനിമൊഴിയും ബാലുവും ദയാനിധിമാരനും മത്സരരംഗത്ത്. നഴ്സിംഗ് പ്രവേശന പരീക്ഷ നടത്താതെ സ്വാശ്രയ കോളേജുകൾക്ക് തലവരിക്ക് അവസരമുണ്ടാക്കി സർക്കാർ. പരീക്ഷയില്ലാതെ പ്രവേശനം നടത്തരുതെന്ന നഴ്സിംഗ് കൗൺസിലിന്റെ നിർദ്ദേശം തുടർച്ചയായ 3ാം വർഷവും പാലിച്ചില്ല. അംഗീകാരം പോലും നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന മുന്നറിയിപ്പുമായി സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി EP ജയരാജൻ വിവാദത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് ബന്ധങ്ങളാണ് അദ്ദേഹത്തെ കുഴപ്പിച്ചിരുന്നത്. ശക്തമായ ആരോപണം അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല, EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധം ഉണ്ട് എന്നുള്ള കാര്യവും പ്രതിപക്ഷം ആരോപണവുമായി മുന്നോട്ട് വെച്ചിരുന്നു. 2 ദിവസം EP ജയരാജൻ മൗനത്തിലായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം ആരോപണങ്ങൾക്ക് മറുപടി നൽകിയതാണ്. എന്നാൽ ചില ഫോട്ടോകൾ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം പിന്നീട് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് EP ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി. തന്റെ ഭാര്യയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ടിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ഓഹരി വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നും ബിസിനസ്സിൽ നിന്ന് ഒഴിയുകയാണെന്നും EP ജയരാജൻ പറഞ്ഞു. വാങ്ങാൻ ആളെത്തിയാൽ ഉടൻ തന്നെ ഓഹരി വിൽക്കുവാൻ തയ്യാറാണ്. തന്നെ പോലെയുള്ള ഒരാൾ എന്തിനാണ് ഈ ആരോപണം മുഴുവൻ കേൾക്കുന്നത്? അതിനുവേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറുമായി ഒരു ബിസിനസ് ബന്ധവും ഇല്ല എന്നുള്ള കാര്യം EP ജയരാജൻ ആവർത്തിച്ചു. അതേസമയത്ത് തന്നെ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് VD സതീശന്റെ കപട രാഷ്ട്രീയമാണ് എന്നുള്ള ആരോപണവും EP ജയരാജൻ ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തന്റെ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ കേസും നൽകിയിരുന്നു. ഇതിലൊരു കോൺഗ്രസ് നേതാവിനെതിരെ കേസും എടുത്തിട്ടുണ്ട്. ആദ്യം EP ജയരാജന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ
വൈദികത്തിൽ ഒരു ഷെയർ ഹോൾഡറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനത് എനിക്ക് മറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല, വസ്തുതയാണത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് എടുക്കേണ്ട ഒരു കാര്യമില്ല, അത് എനിക്കറിയേണ്ട കാര്യമില്ല. അത് അവരുടെ ബിസിനസ്. നിരാമയ ഉണ്ടെങ്കിൽ നിരാമയുടെ ബിസിനസ്, വൈദികം ഉണ്ടെങ്കിൽ വൈദികത്തിൻ്റെ ബിസിനസ്. എനിക്കിതിലൊന്നും ഭാഗവാക്കാകേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണ്. ആ ഷെയർ തന്നെ കൊടുക്കാൻ വേണ്ടി, കാരണം ഇങ്ങനെ കുറേ പരാതി വരുന്നതുകൊണ്ട് അത് തന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരാൾ വന്നു, പക്ഷേ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത്, ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. കാരണം വെറുതെ എന്തിനാണ് എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത്? നിങ്ങൾക്കതിന് ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ ഇടവന്നത് എൻ്റെ ഭാര്യ ഇതിലുണ്ടായതുകൊണ്ടല്ലേ? അതിലൊന്നും ഞങ്ങളില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ വീഡിയോക്കാർ വന്നപ്പോൾ ഞാനതിലില്ല. എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ്സുകാരനുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. ആ കാര്യം ചെയ്യുന്നു. ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. ഫാത്തിമ ഭൗമിക് എന്ന BJPയുടെ MP, അവരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇരിക്കുന്നൊരു പടം, ആ പടം എടുത്തിട്ടാണ് ആ സ്ഥാനാർത്ഥിയുടെ പടം എടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ തല വെട്ടി, ഈ സ്ത്രീക്ക് പകരം എൻ്റെ ഭാര്യയുടെ തലവെട്ടി ഇവിടെ സ്ഥാപിച്ചു. എന്നിട്ടാണ് ഇത് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചത്. അതാണ് VD സതീശൻ്റെ രാഷ്ട്രീയം. ഇത് രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് VD സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അനധികൃതമായി പണമുണ്ടാക്കുക, അശ്ലീല വീഡിയോ നിർമ്മിക്കുക, തലവെട്ടി പ്രതിമയുണ്ടാക്കിയിട്ട് ആളുകളെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക, സ്ത്രീകളെ അവമാനിക്കുക, തെറിവിളിക്കുക, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിവിളിക്കുക. ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി? സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചു. ആ പണം പിരിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. ഇവിടെയാണെങ്കിൽ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് എന്നാണ് പറയുന്നതെങ്കിലും ആ പിരിച്ച പണം കൊണ്ട് VD സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല. ഇവിടെ ചില സ്പോൺസർമാരും അതുപോലെ തന്നെ ചില NGO സഹകരണത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള വീട് തൻ്റെ പട്ടികയിൽപ്പെടുത്തി ഈ പുനർജനി എന്ന് അവകാശപ്പെട്ട്, അതാണ് പുനർജനി എന്നാണ് VD സതീശൻ അതിന് കൊടുത്ത പേര്. പുനർജനിയുടെ പേരിൽ വിദേശത്തു നിന്ന് വൻതോതിൽ പണം പിരിച്ചു. നിയമവിരുദ്ധമാണത്. ആ വിദേശത്ത് പിരിച്ച പണം VD സതീശൻ എന്ത് ചെയ്തു? വൈദേകം റിസോർട്ടിലെ ഓഹരി പങ്കാളിത്തം തന്റെ ഭാര്യ ഒഴിവാക്കുമെന്നും ഈ ഓഹരി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും EP ജയരാജൻ പറയുന്നു. അതേസമയം രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധം ഉണ്ട് എന്ന രീതിയിൽ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത്. അതിന് പിന്നിൽ VD സതീശനാണ് എന്നാണ് തുടർച്ചയായിട്ട് EP ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുനർജനി പദ്ധതിയിൽ VD സതീശനാണ് ആരോപണ വിധേയനായിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഇന്ന് EP ജയരാജൻ നേരത്തെ പറഞ്ഞത് തൻ്റെ ഭാര്യ ഇന്ദിര കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് ഒപ്പം ഇരിക്കുന്ന വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഭാര്യ എന്നാണ്. ഈ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം DCC അംഗം ഡിക്രൂസിനെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. എന്തായാലും EP ജയരാജൻ 2 ദിവസം ഇക്കാര്യത്തിൽ മൗനം പാലിച്ചതിന് ശേഷമാണ് ബിസിനസ് ബന്ധത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇക്കാര്യം ഈ EP ജയരാജന്റെ വൈദേകം റിസോർട്ട് ബന്ധം, ഭാര്യയ്ക്ക് അവിടെ ഓഹരി ഉള്ളത്, ഇത് കുറേ നാളുകളായി ഉള്ള കാര്യമാണ്, കുറേ മാസങ്ങളായി ഉണ്ട്. അത് CPM-ൽ തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണമായിരുന്നു. പിന്നെ അത് ശരിവെക്കുകയായിരുന്നു EP ജയരാജൻ. ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേ പ്രശ്നം EP ജയരാജനെ തുടർച്ചയായി കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ ഈ ഓഹരി പങ്കാളിത്തം വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജൻ രംഗത്ത് വരുവാനുള്ള കാരണം എന്തായിരിക്കാം? ഒരുപക്ഷെ പാർട്ടിയുടെ കൃത്യമായ പിന്തുണ ഈ വിഷയത്തിൽ EP ജയരാജന് ലഭിക്കുന്നതിൽ ധാരണയായിട്ടുണ്ടോ, അല്ലെങ്കിൽ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം
ഇത്തരമൊരു തീരുമാനത്തിലേക്ക് LDF കൺവീനർ കൂടിയായ EP ജയരാജൻ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വ്യക്തമാക്കിയത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം EP ജയരാജൻ തന്നെ നൽകുമെന്നാണ്. അങ്ങനെയാണ് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതും അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദിരയ്ക്ക് വൈദേഹം റിസോർട്സിലുള്ള ഓഹരി വിൽക്കാൻ തയ്യാറെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലരുമായി നടത്തുന്നു. പക്ഷേ ബയേഴ്സ് ആരും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് വിൽപ്പന വൈകുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത്. എന്തായാലും EP ജയരാജന്റെ കുടുംബത്തിന് ഈ വൈദേഹം റിസോർട്സിലുള്ള ഓഹരി പങ്കാളിത്തവും ആ കമ്പനിക്ക് ആ റിസോർട്ട് ഗ്രൂപ്പിന് രാജീവ് ചന്ദ്രശേഖർ NDAയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന നിരാമയ വെൽനസ് ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധവും ആയിരുന്നു കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ ആക്ഷേപമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. BJPയും CPMും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനാണ് EP ജയരാജൻ എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് വരെ കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് മറുപടി എന്ന വണ്ണമാണ് VD സതീശനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് EP ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഭാര്യ ഇന്ദിരയുടെ ചിത്രം രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് ഫോട്ടോഷോപ്പ് ചെയ്ത് കയറ്റിയതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരത്തിൽ വ്യാജമായി ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് എന്ന തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് നേരെ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് തയ്യാറായത്, കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്ന തരത്തിലുള്ള കൃത്യമായ ആക്ഷേപങ്ങൾ തന്നെയാണ് VD സതീശനെതിരെ EP ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. സതീശനെതിരെയും EP ജയരാജൻ ആരോപണം ഉന്നയിക്കുമ്പോഴും ഡാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഇതിപ്പോൾ വൈദേഹത്തിൽ EP-യുടെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഈ ഓഹരി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന് ജയരാജൻ പറയുന്നത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ കുഴപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങൾ പോകരുത് എന്നുള്ള കൃത്യമായ ആലോചന നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ EP ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതും 2 ദിവസം അദ്ദേഹം ഒന്നും മിണ്ടാതിരിക്കുകയുമായിരുന്നു. കണ്ണൂരിലായിരുന്നു, ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തു. മഞ്ജുഷ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് 18 രാജീവ് ചന്ദ്രശേഖർ തന്നെ, അതായത് ഇത്തരത്തിൽ നിരാമയ വെൽനസ് സെന്ററിന് ഈ വൈദേഹം റിസോർട്സുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം, അല്ലെങ്കിൽ EP ജയരാജനുമായി അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല, അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ താൻ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസിനെ എന്ന് കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18 തന്നെയാണ് പ്രതികരിച്ചത്. അതിന് പിന്നാലെയാണ് EP ജയരാജൻ ഇന്ന് ഇത്തരത്തിൽ വാർത്താസമ്മേളനം നടത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയും CPMും തമ്മിൽ രഹസ്യ ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞ് അത് പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിൽ വലിയ തരത്തിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തി. അതുമായി ബന്ധപ്പെട്ട എല്ലാ വേദികളിലും ഇതൊരു പ്രചാരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ആ വൈദേഹം റിസോർട്സിൽ EP ജയരാജന്റെ ഭാര്യ ഇന്ദിരയ്ക്കുള്ള ഓഹരി വിൽക്കാൻ ഉള്ള നടപടികളിലേക്ക് ജയരാജന്റെ കുടുംബം എത്തിയത് അത് പാർട്ടിക്ക് അപ്പാടെയും ജയരാജന്റെ വ്യക്തിപരമായും പാർട്ടിക്കുള്ളിൽ ഏറെ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ട ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് പാർട്ടിയുടെ പിന്തുണ EP ജയരാജന് ലഭിക്കുകയില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ഓഹരികൾ മുഴുവൻ വിറ്റൊഴിഞ്ഞുകൊണ്ട് വൈദേഹം റിസോർട്സിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് EP ജയരാജന്റെ കുടുംബം എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാർട്ടിയുടെ ഔദ്യോഗികമായ വിശദീകരണം ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് 2:30 NDA സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖറും മാധ്യമങ്ങളെ കാണുകയാണ്. ഒരുപക്ഷെ ഈ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ EP ജയരാജൻ ഇന്ന് നടത്തിയ ഈ പ്രസ്താവനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. മഞ്ജുഷ്, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ EP ജയരാജനെ വിട്ടൊഴിയുന്നില്ല. ഓഹരി വിറ്റഴിച്ച് തൽക്കാലം ഇതിൽ നിന്ന് തടിയൂരുവാനാണ് EP ജയരാജന്റെ കുടുംബം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതാണ് EP ജയരാജന്റെ വാക്കുകളിലും ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്നലെയാണ് അതിദാരുണമായ ഒരു സംഭവം തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ നടന്നത്. ടിപ്പർ ലോറിയിൽ നിന്ന് കരിങ്കല്ല് തലയിൽ വീണ് ഒരു BDS വിദ്യാർത്ഥിയായ അനന്തു മരിച്ചിരുന്നു. അവിടെ നാട്ടുകാർ അമർഷത്തിലാണ്. ടിപ്പർ ലോറികൾക്കെതിരെ നടപടി ഉണ്ടാകാത്തതിലുള്ള പ്രതിഷേധം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്ന് അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്തും അതിവൈകാരികമായ കാഴ്ചയാണ് ഉണ്ടായത്. ആ റിപ്പോർട്ടിലേക്ക്. വിഴിഞ്ഞം തുറമുഖ കവാടത്തിലേക്ക്
കല്ല് കയറ്റിയെത്തിയ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് ദാരുണമായി മരണപ്പെട്ട അനന്തുവിന്റെ മൃതദേഹം സംസ്കാരത്തിനായി വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കുമ്പോൾ അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് മുക്കോല ഗ്രാമം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും അനന്തുവിന്റെ സുഹൃത്തുക്കളും അടക്കം നിരവധി ആളുകളാണ് ഈ വീടിന്റെ പരിസരത്ത് തടിച്ചുകൂടിയത്. വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു രാവിലെ മുതൽ ഈ വീടിന്റെ പരിസരത്ത് കാണാൻ കഴിഞ്ഞത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ, ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായി വളർന്നു വന്ന 26-കാരനാണ് ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇതിനു മുമ്പും ഈ പ്രദേശത്ത് നിന്ന് സമാനമായ തരത്തിൽ കല്ലുകൾ അമിതഭാരം കയറ്റി ലോറികൾ പോകുന്നതിനെതിരെ വലിയ തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായ നടപടികളെടുക്കാൻ കഴിയാതെ പോയതാണ് ഈ യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് നാട്ടുകാരടക്കം പങ്കുവെക്കുന്ന രോഷം. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സർക്കാരിന്റെ പ്രതിനിധികളായി കുടുംബത്തിലെത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നിരുന്നു. ഈ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത് അദാനി ഗ്രൂപ്പാണ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം എടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സർക്കാർ തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. അവിടെ കൃത്യമായ നടപടികൾ പോർട്ടിന്റെ ഭാഗത്തുനിന്ന്, തുറമുഖ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി വളർന്നു വന്ന മിടുക്കനായ ഒരു 26-കാരനെയാണ് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ ഈ നാടിനും ഈ വീടിനും നഷ്ടമായിരിക്കുന്നത്. അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിന് കൃത്യമായ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാരും പങ്കുവെക്കുന്നത്. ഇനി അമിതമായ ഭാരം കയറ്റി ലോറികൾ ഈ ഭാഗത്തുകൂടി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് യുവജന സംഘടനകളടക്കം വ്യക്തമാക്കുന്നതും. ക്യാമറമാൻ അരുൺ CS-നൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഈ സംഭവത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. കുടുംബത്തിന് സർക്കാർ അർഹമായ ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുറമുഖം അധികൃതരാണ് ഈ നഷ്ടപരിഹാരം നൽകേണ്ടത്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടി ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അനന്തുവിന്റെ വേർപാട് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഏറ്റവും വല്ലാത്ത ദുഃഖകരമാണ്. ഒരു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. രക്ഷകർത്താക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി പഠിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർബന്ധമായിട്ട് തൊഴിൽ നിയമങ്ങൾ പാലിച്ചിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജീവ് കൗൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. All these things അതിനു വേണ്ടിയാണ് which we are showing that all inclusive elections or a Stramaman election commissioner, that is a message that we want to say. Yes. ഇത് 18/3/2024 വരെയുള്ള വോട്ടർമാരുടെ വിവരങ്ങളാണ്. നമ്മുടെ ഫൈനലൈസ് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ 4/4/2024 ആണ്. ഇപ്പോഴും കിട്ടിയ ഫോംസ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഫിഗർ വീണ്ടും സബ്സിക്വൻ്റ്ലി ഫൈനൽ റോൾ ഫ്രീസ് ചെയ്യുന്നവരെ ഒരു ചെറിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ബൂത്തുകളുടെ എണ്ണമാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പ് ബൂത്തുകൾ 25,177 ഉപബൂത്തുകൾ, അതായത് 1500-ൽ ഏറെ വോട്ടർമാർ വരുവാണെങ്കിൽ അവിടെ ഒരു ഓക്സിലറി ബൂത്ത് അതേ തൊട്ടടുത്ത്, ആ ബൂത്തിന് തൊട്ടടുത്ത് തന്നെ പറ്റുമെങ്കിൽ അതേ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ സ്ഥാപിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. അത് പ്രകാരം ഇപ്പോൾ കണ്ടിന്യൂസ് അപ്ഡേഷൻ ചെയ്ത രീതിയിൽ നമുക്ക് 181 ബൂത്തുകൾ ഇതുവരെ 1500 ക്രോസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഓക്സിലറി ബൂത്ത് സ്ഥാപിക്കുന്നതായിരിക്കും. അപ്പോൾ ആകെ ബൂത്തുകൾ 25,358. തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ, അതായത് പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷൻ 13,233. അതായത് തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ പറഞ്ഞാൽ ഒരേ ലൊക്കേഷനിലെ 2-3 ബൂത്തുകൾ പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അർബണിലെ പർട്ടിക്കുലർലി അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ആസച്ച് 13,233. നമ്മുടെ ബൂത്തുകൾ 25,177. നമുക്ക് അടുത്തത്
നമ്മുടെ ബൂത്തുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്താണ്. ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇത്ര ഫെസിലിറ്റീസാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. കുടിവെള്ളം, അടുത്തത് ടോയ്ലറ്റ്, ശൗചാലയം, റാമ്പ്, പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസിന് അക്സസിബിൾ ഇലക്ഷൻ ഉണ്ടാക്കണമെന്ന ഒരു ഭാഗമായിട്ട് നമ്മുടെ റാമ്പ് അല്ലെങ്കിൽ വീൽ ചെയർ, പിന്നെ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ സൈനേജ് ബോർഡ്സ്, ദിശാസൂചകങ്ങൾ, ബൂത്തുകളിൽ വോട്ടർ സഹായ കേന്ദ്രങ്ങൾ, സ്ത്രീ, ഭിന്നശേഷി, യുവ സൗഹൃദ ബൂത്തുകൾ, മാതൃക ഹരിത ബൂത്തുകൾ. ഇതാണ് അഷ്യൂർഡ് മിനിമം ഫെസിലിറ്റീസ് അറ്റ് പോളിംഗ് സ്റ്റേഷൻ നമ്മൾ പറയുന്നത്. ഇതിൽ ഈ പ്രാവശ്യം 13,000+ ലൊക്കേഷൻസ് പറഞ്ഞില്ല. നമ്മൾ കളക്ടേഴ്സ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വേറെവർ 4 ബൂത്ത്സ്, മോർ ദാൻ 4 ബൂത്ത്സിൻ്റെ ലൊക്കേഷൻ അവിടെ ഒരു ക്രഷ് സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് കുട്ടികളുടെ കൂടെ അമ്മമാർ വന്നാൽ പോളിംഗ് സമയത്ത് ഒരു ക്രഷ് ഉണ്ട്. ബേസിക്കലി നമ്മുടെ ശ്രമം ഇപ്പോൾ ഹോൾ പോളിംഗ് വോട്ടിംഗ് എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമമാണ്. പ്ലസ് കൺവീനിയൻസ് ഓഫ് വോട്ടിംഗ് അവിടെ. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തെ വിജ്ഞാപനം ഇന്നിറങ്ങി. 102 ലോക്സഭാ സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മണ്ഡലങ്ങളിൽ മാർച്ച് 27 ആയിരിക്കും. സൂക്ഷ്മ പരിശോധന മാർച്ച് 28-നാണ് നടക്കുക. സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയും തമ്മിലുള്ള വിവാദങ്ങൾ അവസാനിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് കലാമണ്ഡലം ഗോപിയുടെ ക്ഷണം കിട്ടി. തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതമെന്നാണ് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ എഴുതിയത്. താനും സുരേഷ് ഗോപിയുമായി ഒരു പ്രശ്നവും ഇല്ല എന്ന് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ പറയുന്നു. വീട്ടിൽ വന്ന് കാണാൻ ആരും അനുവാദത്തിനായി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. കലാമണ്ഡലം ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. അതല്ലാണ്ട് ഇത് പൊതുവെ പറയല്ല വേണ്ടത്. ഞാൻ വീട്ടിൽ പോവും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരു മുണ്ട് പുതപ്പിച്ച് കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനത് ഗുരുവായൂരപ്പനെ നടക്കി തള്ളും എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് തന്നായില്ല. അത് എൻ്റെ മനോഭാവം കൂടി അറിഞ്ഞിട്ട് മതിയായിരുന്നു. അതിന് മുന്നും ബന്ധപ്പെട്ടാൽ മതി. ബന്ധപ്പെടാൻ ഇങ്ങനെ ആൾക്കാർ പറയണു എന്താണ് അങ്ങയുടെ മനസ്സിൻ്റെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം കഴിഞ്ഞു. അതായത് പിന്നെ ഈ സംശയത്തിനിടയില്ല. ഇങ്ങനെ പിന്നെ ഏടാകൂടങ്ങൾ പറഞ്ഞുണ്ടാക്കാനും. സത്യത്തിൽ ഈ അടുത്ത ഒരു കാലത്തും അശാൻ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്ന് പെട്ടിട്ടില്ല. അനാവശ്യ ഒരു കാര്യത്തിലും വലിച്ചഴിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, വലിച്ചഴിക്കപ്പെട്ടില്ല. ഇതൊരു വലിയൊരു കഷ്ടമായി പോയി. ശരിയാണ്, വളരെ കഷ്ടമായി പോയി. അതായത് മനസ്സാ വാചാ കർമ്മണ നമ്മൾ ഒന്നും തെറ്റിദ്ധരിപ്പിക്കത്തക്ക വണ്ണം ഒന്നും പെരുമാറാത്ത ഒരാളാണ്, പെരുമാറിയിട്ടുമില്ല. എങ്കിലും വേറൊരു കാര്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും മാനസികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ. ആ മാനസികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ആ മാനസിക വിഷമമാണ് എൻ്റെ മകനും ഈ വാക്ക് കേട്ടപ്പോഴാണ് വിഷമം ഉണ്ടായത്. അതായത് ഇങ്ങനെ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള വാക്ക്. അതിപ്പോൾ എന്താ അദ്ദേഹം എന്തായാലും സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയും തമ്മിലുള്ള തർക്കം തീരുകയാണ്. സുരേഷ് ഗോപിയെ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ കലാമണ്ഡലം ഗോപി. അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കിയത് ആ ഡോക്ടർ വിളിച്ചതാണ്. ഡോക്ടർ വിളിച്ചപ്പോൾ ഈ പത്മഭൂഷണെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. പത്മഭൂഷൺ കിട്ടണ്ടേ എന്ന് ചോദിച്ചതാണ് വിഷമമുണ്ടാക്കിയത്. അതിനെ തുടർന്നാണ് മകൻ ഫേസ്ബുക്കിൽ എഴുതിയതെന്നും ഇത് സുരേഷ് ഗോപിക്ക് വിഷമമുണ്ടായതിൽ ഉള്ള ഒരു സങ്കടം കൂടി ഇപ്പോൾ കലാമണ്ഡലം ഗോപി പറയുന്നുണ്ട്. അതുമാത്രമല്ല സുരേഷ് ഗോപി ഇതേക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുവാനായിട്ട്. ആജ്ഞ, എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു വിവാദം അവസാനിച്ചിട്ടുണ്ടല്ലോ. ഇനി സുരേഷ് ഗോപിയിൽ നിന്നുള്ള പ്രതികരണം, അദ്ദേഹം എപ്പോഴാണ് ഗോപി ആശാനെ കാണാൻ പോകുന്നത്, ഇതാണല്ലോ അറിയുവാൻ ബാക്കിയുള്ളത്. അതെ മഞ്ജുഷ്, ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയതോടുകൂടി ഇതിലുള്ള എല്ലാ വിവാദങ്ങളും അവസാനിക്കുകയാണ്. കുറച്ചു മുൻപ് തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടി ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ രഘു ഗുരുകൃപ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് വിവാദത്തിനെല്ലാം വഴിതെളിച്ചിട്ടുണ്ടായിരുന്നത്. പത്മഭൂഷൺ ഗോപിയെ കാണാൻ, കലാമണ്ഡലം ഗോപി ആശാനെ കാണാൻ സുരേഷ് ഗോപി എത്തുന്നുണ്ട് എന്നറിയിച്ചുകൊണ്ടൊരു ഡോക്ടറുടെ ഫോൺ കോൾ വരികയും
അദ്ദേഹം വരണ്ട എന്നറിയിക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന് പത്മഭൂഷൺ വേണ്ടേ, ആശാനൊരു പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. അത് തനിക്ക് ഇത്തരത്തിലാണെങ്കിൽ പത്മഭൂഷൺ വേണ്ട എന്ന് അച്ഛൻ മറുപടി പറയുകയും ചെയ്തു എന്നാണ് രഘു ഗുരുകൃപ ഫേസ്ബുക്കിൽ അന്ന് പോസ്റ്റ് ഇട്ടിരുന്നത്. ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിവാദം എല്ലാം ഉണ്ടായത്. അതേസമയം സുരേഷ് ഗോപി താൻ കലാമണ്ഡലം ഗോപി അച്ഛൻ തനിക്ക് ഗുരുസ്ഥാനീയനാണ്, ഗുരുക്കന്മാരായ എല്ലാവരെയും താൻ കാണുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാ ആളുകളെയും കാണുന്നുണ്ട്. ഗുരുസ്ഥാനീയനായ ഒരാൾ തൻ്റെ സന്ദർശനം നിഷേധിച്ചാൽ അദ്ദേഹത്തിനുള്ള ദക്ഷിണ ഞാൻ ഗുരുക്കന്മാരുടെ ഗുരുവായ ഗുരുവായൂരപ്പന് മുൻപിൽ സമർപ്പിക്കുമെന്ന് സുരേഷ് ഗോപി പറയുകയും അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായി. തൻ്റെ പ്രതികരണം എന്തായിരുന്നു തൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് അന്വേഷിച്ചിട്ട് കൂടി അത്തരമൊരു പ്രതികരണം സുരേഷ് ഗോപി നടത്തിയാൽ മതിയെന്നുമായിരുന്നു ഇപ്പോൾ കലാമണ്ഡലം ഗോപി പറഞ്ഞത് നമ്മൾ കേട്ടത്. മനസാ വാച കർമ്മണ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു കലാകാരനാണ്. ഈ കലാകാരൻ എന്നുള്ള നിലയിൽ തന്നെ ആർക്കും ഏത് സമയത്തും സമീപിക്കാം. രാഷ്ട്രീയത്തിന് അതീതമായാണ് ഒരു കലാകാരൻ എപ്പോഴും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ സ്നേഹമുള്ള ആർക്കും ഏത് സമയത്തും കടന്നു വരാമെന്ന് തന്നെയാണ് കലാമണ്ഡലം ഗോപി ആശാൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. ഇപ്പോൾ അതിനുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശരി ആജ്ഞ, എന്തായാലും ഈ വിവാദം തൽക്കാലം അവസാനിക്കുകയാണ്. കലാമണ്ഡലം ഗോപി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു. സുരേഷ് ഗോപിയുമായിട്ട് ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും തന്നെ വന്ന് കാണാമെന്നാണ് ഗോപി ആശാൻ പറയുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായതിൽ തനിക്ക് സങ്കടം ഉണ്ട് എന്നുള്ള കാര്യവും സുരേഷ് ഗോപിയുമായി നല്ല ആത്മബന്ധം ഉള്ളയാളാണ് താനെന്നും ഗോപി ആശാൻ പറയുകയാണ്. വോട്ട് തേടിയെത്തിയ സുരേഷ് ഗോപിക്ക് മുന്നിൽ ഒരു വൈദികൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അവണിശ്ശേരിയിലെ വൈദികനാണ് സുരേഷ് ഗോപിക്ക് മുന്നിൽ ഈ മണിപ്പൂർ വിഷയത്തിലൊക്കെയുള്ള പ്രതികരണം ആരാഞ്ഞത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് നിങ്ങളെ ഇവിടുത്തെ വികാരം പറയുന്നതാണ് നമ്മൾ. അതെ, അവരുടെ ക്രിസ്ത്യാനികളോട് അവർ കാണിക്കുന്ന ഒരു വിഷമം പഠിച്ചു അതിൽ ശക്തമായിട്ട് നടപടി ബാക്കി ഒരു പറയുകയാണ് ചെയ്തത്. ചെയ്യാൻ വേണ്ടതല്ലേ നടപടി പിന്നും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. അവിടെ നമ്മുടെ ചുമരോട് വർക്ക് ചെയ്യുന്നത്. ഫാദർ ലിജോ ചാലിശ്ശേരിയാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ച് സുരേഷ് ഗോപിയോട് സംസാരിച്ചത്. മണിപ്പൂർ വിഷയം പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ BJP നിലപാടുകളാണ് വൈദികൻ ചോദ്യം ചെയ്തത്. ഈ സംഭവം നടന്നത്, ഈ വോട്ട് ചോദിക്കൽ നടന്നത് തൃശൂർ അവണിശ്ശേരി ഇടവകയിലാണ്. അവിടെയാണ് സുരേഷ് ഗോപി വോട്ട് തേടിയെത്തിയപ്പോൾ വൈദികൻ സുരേഷ് ഗോപിയോട് ഇക്കാര്യങ്ങൾ ചോദിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ നിർണായകമായ വോട്ടാണ് തീരമേഖലയിൽ ഉള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശശി തരൂരിന് കൃത്യമായി ഈ വോട്ടുകൾ കിട്ടുന്നുണ്ട് എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റ് മുന്നണികൾക്ക് ജയിച്ചു കയറാൻ കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ തീരമേഖല കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ ഇത്തവണത്തെ വോട്ട് തേടൽ തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ സമയവും ഇപ്പോൾ ചെലവഴിക്കുന്നത് തീരമേഖലയിലാണ്. അതുമാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഇതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ തീരമേഖലയ്ക്കായി. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉള്ളവരാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് കൂടുതലും ഇങ്ങനെ സ്ഥാനാർത്ഥികൾ എത്തുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ തങ്ങൾക്ക് കിട്ടുന്നത് എന്ന കാര്യം പറയുകയാണ് മത്സ്യത്തൊഴിലാളികൾ. തിരുവനന്തപുരം വലിയ തുറയിൽ നിന്ന് ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ആരാകണം ജയിച്ചു വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹമാണ്. പക്ഷേ അവർ എപ്പോഴും പങ്കുവെക്കുന്ന ആശങ്ക ദുരിതങ്ങളുടെയും വേദനകളുടേതുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ തിരിഞ്ഞു നോക്കുന്നതെന്നും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ പൂർണ്ണമായി അവഗണിക്കുകയാണ് എന്ന ആക്ഷേപമാണ് തുടർച്ചയായി മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. ഈ ദുരിതങ്ങൾക്കിടയിലാണ് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പൊരുവെയിലത്ത് മീൻ കച്ചവടം നടത്താൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവുകളിൽ ഇരിക്കുന്നതും. എന്തായാലും നമ്മോടൊപ്പം ചില മത്സ്യത്തൊഴിലാളികൾ ചേരുന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വരുന്നുണ്ടോ നിങ്ങളുടെ ഇടയ്ക്ക്? അവർ വോട്ട് സമയത്ത് തന്നെ സാറേ ഇവിടെ വരാറുള്ളൂ, അല്ലാതെ ഇവിടെ തിരിഞ്ഞു നോക്കാനൊന്നും ആരും വരത്തില്ല. അവർക്ക് അവരുടെ ആവശ്യത്തിന് മാത്രം ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നടക്കൂ. ഞങ്ങളുടെ ആവശ്യങ്ങളും കൂടെ നേടിത്തരാൻ പറ. ഞങ്ങൾക്കൊരു റേഷൻ കാർഡിൽ നിന്ന്
ഒരു ഇത് വേണമെങ്കിൽ ഇപ്പം അത് അവിടെ ഇത് ചെയ്യണം, OPT നമ്പർ വേണം, അതെല്ലാം ക്യാൻസലായി. ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ? ഞങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ല. ഞങ്ങൾക്ക് അവർ ഇലക്ഷൻ സമയത്ത് വന്നിട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക, ആരും ഒന്നും ചെയ്യത്തില്ല. അവർ ജയിച്ചു കഴിഞ്ഞാൽ അവരെ കാര്യം, ഞങ്ങളുടെ കാര്യം ആരും ചെയ്യത്തില്ല. ഈ മീനിന് വിലയുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ? മീന് ഭയങ്കര വില. ഇപ്പം മീന് ഒരു കുട്ട അയില 5000-6000 രൂപ. ഇതെടുത്ത് ഞങ്ങൾക്ക് 1 രൂപ പോലും കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ വേണ്ടി? കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം ഇല്ല, കച്ചവടം പൊതുവേ ഇല്ല. ഇപ്പോൾ രാവിലെ എടുത്ത മീനുകളാണ് ഞങ്ങളിത് ഇവിടെ വെച്ച് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വിഷമങ്ങളൊക്കെ സ്ഥാനാർത്ഥികളോട് പങ്കുവെക്കും പറഞ്ഞാൽ അവരെ നമുക്ക് തരുമോ? അവരാരും ഒന്നും തരത്തില്ല. അവർ വരും, അവരുടെ കാര്യം നടത്തും, അവർ പോകും. ഇത്രയേ ഉള്ളൂ. അതിനു വേണ്ടി വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് കൈ മുമ്പിട്ടിട്ട് പോകും. ചേച്ചി എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? മിണ്ടത്തില്ലേ? കച്ചവടം കുഴപ്പമില്ലാതെ പോണു. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്, സ്ഥാനാർത്ഥികളൊക്കെ വരുന്നുണ്ടോ? എല്ലാ സ്ഥാനാർത്ഥിമാരും ഇവിടെ വരും. എന്നിട്ട് എന്ത് പറയുന്നു? വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ? ഞങ്ങൾക്കൊന്നും പറയാനില്ല മക്കളെ. അപ്പോൾ അതാണ് അഭിപ്രായം. അവർ നിരാശരാണ്. കാരണം എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടി എത്തുന്നത് എന്ന ഒരു ആക്ഷേപമാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല എന്ന ആക്ഷേപമാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മളോട് പങ്കുവെക്കുന്നത്. വലിയതുറയിൽ ഫിഷിംഗ് ഹാർബർ എന്ന ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. 2ആയി മുറിഞ്ഞ വലിയതുറ പാലം രാജീവ് ചന്ദ്രശേഖർ സന്ദർശിക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ സങ്കടം കാണുമ്പോൾ വിഷമമുണ്ടാകുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇതിനുവേണ്ടി ഇവരുടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇടപെടുമെന്നും കൃത്യമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുമെന്നും തനിക്കായി വോട്ട് ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളോട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയതുറയിലാണ് ഇപ്പോൾ പ്രചരണത്തിലുള്ളത്. ഇവിടെ വന്നപ്പോൾ വലിയതുറ പാലത്തിന്റെ അവസ്ഥ ആളുകൾ പറയുന്നത് നേരത്തെ തന്നെ ഇത് നവീകരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, ഫണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ കൃത്യമായൊരു നടപടി ഉണ്ടായില്ല എന്നാണ്. അല്ല, ഇതൊരു ശരിയാണ്. ഞാൻ അത് പൊഴിയൂർ പോവുകയാണെങ്കിലോ ഇവിടെ വരികയാണെങ്കിലോ രാജാജി നഗർ പോവുകയാണെങ്കിലോ ഒരു 5-10 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കാത്തൊരു ഒരു സിസ്റ്റമാണ്. ഒന്നും നടക്കുന്നില്ല. ആ ഡിക്ലൈനാണ് മുമ്പോട്ട് പോകുന്നത്. പുരോഗതിയല്ല, വികസനമല്ല, ആ ഡിക്ലൈനാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊരു എല്ലാം ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ഓഫ് നെഗ്ലിജൻസ് ആയിരിക്കുന്നു. ഇവിടുത്തെ 15 കൊല്ലമായിട്ട് ഒരു MP ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യുന്നില്ല, ഒരു അറ്റംപ്റ്റും കൂടി ചെയ്യുന്നില്ല. ഒരു സെൻസിറ്റീവ് ഒരു എംപത്തി അത് രാജാജി നഗറിൻ്റെ ജനങ്ങളാണോ, ഇവിടുത്തെ ജനങ്ങളാണോ, പൊഴിയൂർ ജനങ്ങളാണോ, ഇതിലെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരു ഡ്യൂട്ടിയാക്കി അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ അവരിങ്ങനെ ഇതിനെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് നെഗ്ലിജൻ്റ് ആക്കി വിട്ടിട്ട് ആൾക്കാരുടെയും ജനങ്ങളുടെയും സഫറിംഗ് ഒന്നും കാണാതെ ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നു. ഇന്ന് എന്താ പറയുന്നത് എം പി പറയുന്നത് CPI എന്നെ ഒപ്പോസ് ചെയ്യുന്നു, CPI എന്നെ ഒപ്പോസ് ചെയ്യുന്ന, പിന്നെ CPIയും ജനങ്ങളെ ആരെ ഒപ്പോസ് ചെയ്യാൻ പോകുന്നു? ഇത് ഇലക്ഷൻ പിന്നെ MPക്കല്ലേ. 15 കൊല്ലമായിട്ട് ഇവിടെ ഇരുന്ന MP ഒന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ ആരെ ഒപ്പോസ് ചെയ്യാൻ പോകുന്നു? എനിക്ക് നമ്മുടെ MP ആണോ ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണോ അവർക്ക് ഒരു പ്രോബ്ലം ഒന്നും എനിക്ക് കാണുന്നില്ല. അവർ ഇപ്പോഴും സുഖമായിട്ട് ഇരിക്കുന്നു, വലിയ സ്പീച്ചെല്ലാം കൊടുക്കുന്നു. ജനങ്ങളാണ് സഫർ ചെയ്യുന്നത്. അത് മാറ്റണം. അത് മാറ്റാനാണ് ഞങ്ങളുടെ നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ ഏറ്റവും ആദ്യം പ്രൈമറി കമ്മിറ്റ്മെൻറ്റ്. പറയുന്നത് ചെയ്യും എന്ന വാഗ്ദാനം തന്നെയാണ്, അത് മുൻനിർത്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പര്യടനം തുടരുന്നത്. സന്തോഷ് മണക്കാടിനൊപ്പം BB വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലയിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. DMK സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 21 മണ്ഡലങ്ങളിൽ അണ്ണാ DMKയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 16 മണ്ഡലങ്ങളിൽ മോഹന വാഗ്ദാനങ്ങളാണ് ഇത്തവണ DMKയുടെ പ്രകടന പത്രികയിൽ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ER രാഗേഷ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നതടക്കമുള്ള വാഗ്ദാനങ്ങളാണല്ലോ ഇപ്പോൾ DMK മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ DMK പറയുന്നത്? അതുപോലെ തന്നെ മത്സരിക്കുന്നവരിലും പ്രധാനികളാണല്ലോ കനിമൊഴിയും ബാലുവും ദയാനിധിമാരനും ഒക്കെ മത്സര രംഗത്തുണ്ടല്ലോ.
മഞ്ജുഷ 3 വനിതകൾ ഉൾപ്പെടെ 21 പേരുടെ പട്ടികയാണ് ഇപ്പോൾ DMK പുറത്തിറക്കിയിരിക്കുന്നത്. 21 മണ്ഡലങ്ങളിലാണ് DMK സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. ഇതിൽ 10 പേർ സിറ്റിംഗ് MP-മാരാണ്. ഒപ്പം 11 പേർ പുതുമുഖങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്, സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മത്സരരംഗത്തുണ്ട്. DMKയുടെ ട്രഷററും ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടി നേതാവുമായ TR ബാലു ശ്രീപെരുമ്പത്തൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കുകയാണ്. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിമാരായ A രാജയും കനിമൊഴിയും സിറ്റിംഗ് സീറ്റുകളായി നീൽഗിരിയിലും ഒപ്പം തന്നെ തൂത്തുക്കുടിയിലും വീണ്ടും മത്സരിക്കുന്നു. ദയാനിധി മാരനും ഇത്തവണ മത്സരരംഗത്തുണ്ട്. ചെന്നൈ സെൻട്രലിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം ലഭിച്ചിട്ടുണ്ട്. അതേസമയം 3 സീറ്റുകൾ കോൺഗ്രസുമായി DMK വെച്ചുമാറിയിരുന്നു. അതിലൊന്ന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഏക സീറ്റായ തേനിയാണ്. തേനിയിൽ ഇത്തവണ മുൻ ADMK നേതാവായ തങ്കട് തമിഴ് ചെലവനെയാണ് സ്ഥാനാർത്ഥിയായി DMK നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം കോയമ്പത്തൂർ സീറ്റ് CPM-ൽ നിന്ന് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പകരം അവർക്ക് ഡിണ്ടികൾ നൽകുകയും ചെയ്തിരുന്നു. തെക്കൻ തമിഴ്നാട്ടിലേക്കുള്ള പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന നീക്കമായാണ് ഇതിനെ DMK വിലയിരുത്തിയത്. ഏതായാലും കോയമ്പത്തൂരിൽ ഗണപതി P രാജ്കുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ DMK നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. DMK മാത്രമല്ല ADMK-യും ഇത്തവണ അവർ NDA-യുടെ ഭാഗമല്ല. ADMK-യും ഇതിനോടകം തന്നെ സഖ്യം പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുണ്ട്. അതായത് വിജയകാന്തിൻ്റെ DMDK-യുമായാണ് സഖ്യമായാണ് അവരുടെ പോരാട്ടം. 5 സീറ്റിലാണ് DMDK മത്സരിക്കുക. ADMK 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ത്രികോണ പോരാട്ടത്തിന് ചൂടിലേക്ക് മാറുകയാണ്. ഒരു സീറ്റ് ഈ സഖ്യം SDPIക്ക് നൽകി എന്ന പ്രത്യേകത കൂടിയുണ്ട്. ADMK ഒരു സീറ്റ് SDPIക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ DMK പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കുമെന്നാണ്. ഒപ്പം CAA നടപ്പാക്കില്ല, ഏകീകൃത സിവിൽ കോഡും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നു. ഒപ്പം ഗവർണർമാരെ നിശ്ചയിക്കുന്ന അധികാരം അതിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കൂടി അഭിപ്രായം തേടണം. അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്നാണ് മറ്റൊരു വാഗ്ദാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കും എന്ന പ്രഖ്യാപനം കൂടിയുണ്ട്. പെട്രോളിന് ലിറ്ററിന് 75 രൂപയായി കുറയ്ക്കും, ഡീസലിന് 65 രൂപയായി കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ DMK പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ രാകേഷ്. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും ഇടത് പാർട്ടികളും തമ്മിലുള്ള സഖ്യം ഏതാണ്ട് അത് ധാരണയായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ബംഗാളിലായിരിക്കുമോ ഇന്നത്തെ പട്ടിക വരുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വരുന്നത്? കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നലെയും ഇന്നുമായി ഏതായാലും തുടരുകയാണ്. പ്രധാനമായും 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പ്രധാനമായും കർണാടക, തെലങ്കാന ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളായിരിക്കും 3ാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. ഇതിൽ എടുത്തു പറയേണ്ടത് പശ്ചിമ ബംഗാൾ തന്നെയാണ്. അവിടെ ഇടതു പാർട്ടികളുമായി സഖ്യമായി മത്സരിക്കുന്നത് തന്നെയാണ് പ്രത്യേകത. കോൺഗ്രസിന് ഈ സഖ്യത്തിൻ്റെ ഭാഗമായി 12 സീറ്റുകളായിരിക്കും ലഭിക്കുക. അതായത് 42 സീറ്റുകളിൽ 12 സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. 10 സീറ്റുകളാണ് ഇടതു പാർട്ടികൾ കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ പോലും 12 സീറ്റുകൾ വേണമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചിരിക്കുകയായിരുന്നു. അത് ഏകദേശം അംഗീകരിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് മൂർഷിദാബാദ് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ CPM നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ മൂർഷിദാബാദ് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാണ്. പകരം റായ്ഗഞ്ച് നൽകാമെന്നാണ് CPM അറിയിച്ചിട്ടുള്ളത്. കൂടാതെ പുരുലിയ സീറ്റും കോൺഗ്രസ് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ധാരണയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം പ്രാദേശിക കക്ഷിയായ ISF-ഉം ഈ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കും. അവർക്ക് 6 സീറ്റുകളായിരിക്കും നൽകുക. 24 സീറ്റുകളിലായിരിക്കും ഇടത് പാർട്ടികൾ മത്സരിക്കുക എന്നാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നേതായാലും ഇത് ബംഗാളിന് പുറമെ തെലങ്കാനയിലെ കർണാടകയിലെയും പട്ടിക പ്രഖ്യാപിച്ചേക്കും. പക്ഷേ UP-യിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് സ്വാധീനമുള്ള അമേഠിയിലും റായ്ബറേലിയിലും പട്ടിക ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതായത് UP PCC ഇതിനോടകം തന്നെ റായ്ബറേലിയിലും അമേഠിയിലും ഗാന്ധി കുടുംബം മത്സരിക്കുമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം മത്സരിക്കാം, മറ്റിടങ്ങളിൽ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാനില്ല, പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഏതായാലും അതുകൊണ്ട് തന്നെ UP ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അമേഠിയും റായ്ബറേലിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ 5ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് സംബന്ധിച്ച് സമയമുണ്ട്. പക്ഷെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നൊരു അഭിപ്രായമാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ തന്നെയുള്ളത്. ഏതായാലും ഇത് ഒഴിച്ചിട്ടുള്ള പ്രഖ്യാപനമായിരിക്കും ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ശരി രാകേഷ്, എന്തായാലും ഇന്ന് കർണാടകം, തെലങ്കാന, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ അറിയുവാൻ സാധിച്ചേക്കും.
തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞു ശോഭ കരന്തലജെ. കേന്ദ്രമന്ത്രിയും ബംഗളൂരു നോർത്തിലെ BJP സ്ഥാനാർത്ഥിയുമാണ് ശോഭ കരന്തലജെ. ഭീകര പരിശീലനം നേടിയവർ ബംഗളൂരുവിലെത്തി സ്ഫോടനം നടത്തുന്നുവെന്ന പരാമർശം തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ലെന്നാണ് ശോഭ കരന്തലജയുടെ ഇപ്പോഴത്തെ വിശദീകരണം. എന്നാൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ മാപ്പ് പറയാനോ പിൻവലിക്കാനോ ശോഭ തയ്യാറായിട്ടില്ല. കേരളത്തിൽ നിന്നെത്തിയ ആളുകൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ ആസിഡ് ഒഴിക്കുന്നു എന്നായിരുന്നു ശോഭ കരന്തലജയുടെ പരാമർശം. ശോഭയ്ക്കെതിരെ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. വരുൺ ഗാന്ധിയെ പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി. BJP സീറ്റ് കൊടുത്തില്ലെങ്കിൽ വരുണിനെ മത്സരിപ്പിക്കുന്ന കാര്യമാണ് സമാജ്വാദി പാർട്ടി പരിഗണിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പരിഗണിക്കുമെന്നായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പ്രതികരണം. പിലിഭിത്ത് ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുകയും ചെയ്യും. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി വിധിയിൽ വിയോജിപ്പുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എന്നാൽ കോടതി വിധിയെ മാനിക്കുകയാണ്. BJP 370 സീറ്റ് മറികടക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് 18 റൈസിംഗ് ഭാരത് സമ്മിറ്റിലാണ് അമിത്ഷായുടെ ഈ പ്രതികരണം. मैं सुप्रीम कोर्ट के फैसले का सम्मान करता हूं, मगर मेरा व्यक्तिगत मत जरूर देना चाहता हूं कि बॉन्ड से काला धन समाप्त होने की कगार पर था और इस फैसले से चुनावी व्यवस्था में फिर से काले धन का दबदबा बढ़ेगा. ഇഡിക്ക് മുന്നിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന് അരവിന്ദ് കേജ്രിവാളിനോട് ഡൽഹി ഹൈക്കോടതിയുടെ ചോദ്യം. എന്നാൽ അറസ്റ്റ് ചെയ്യുകയാണ് ഇഡിയുടെ ലക്ഷ്യമെന്നും ഇതിൽ സംരക്ഷണം വേണമെന്നും കേജ്രിവാൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേജ്രിവാളിനെ ഹർജിയിൽ കോടതി ഇഡിയുടെ വിശദീകരണവും തേടിയിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 22-ന് പരിഗണിക്കും. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇഡി തുടർച്ചയായി സമൻസ് അയക്കുന്നതിനെതിരെയാണ് കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. എറണാകുളത്ത് ഇടപ്പള്ളിയിൽ നടു റോഡിൽ ഭാര്യയുടെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമം നടന്നു. എറണാകുളം സ്വദേശിയായ അഷ്ലാണ് ഭാര്യ നീനുവിനെ ആക്രമിച്ചത്. പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവ് കീഴടങ്ങുകയും ചെയ്തു. യുവതി സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഇന്ന് രാവിലെ 8:30 നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. പതിവ് പോലെ ജോലിക്ക് പോവുകയായിരുന്നു നീനു. തന്റെ 2 വീലറിൽ വീട്ടിൽ നിന്നും ഇറങ്ങി അല്പദൂരം കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഭർത്താവ് ബൈക്കിൽ പിന്തുടർന്ന് തടഞ്ഞു നിർത്തിയ ശേഷം നീനുവിന്റെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചത്. ആഴത്തിൽ മുറിവേറ്റ നീനു നിലവിളിച്ചു. ഉടൻ തന്നെ സമീപത്തുള്ളവരെല്ലാം നീനുവിന്റെ നിലവിളി കേട്ട് അടുത്തേക്ക് വരികയും നീനുവിനെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഈ മുറിവേറ്റത് ആഴത്തിലായതിനാൽ അതിന്റെ രക്തം നിൽക്കാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് നീനുവിനെ അടുത്തുള്ള അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും നീനുവിന്റെ നില അല്പം ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. സംഭവ സമയത്ത് തന്നെ ഈ കൊലപാതക ശ്രമം നടത്തിയ ശേഷം തന്നെ പ്രതി അഷീൽ സമീപത്തുള്ള കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. പോലീസിന് നൽകിയ മൊഴി പ്രകാരം കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ഭർത്താവിനെ നയിച്ചത്. ഇവർ കല്യാണം കഴിഞ്ഞ 7 വയസ്സുള്ള കുട്ടിയുണ്ട്. കുറച്ചധികം നാളുകളായി ഇവർ വേർപിരിഞ്ഞായിരുന്നു താമസിക്കുന്നത്. അതിനിടയിൽ തന്നെ 2 പ്രാവശ്യം ഈ വീട്ടിലേക്ക് അഷീൽ വരികയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും നീനുവും അച്ഛനും അമ്മയും ഈ 7 വയസ്സുള്ള മകനുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അഷീൽ മുളവുകാട് സ്വദേശിയാണ്. ഇവർ കുറച്ചു നാളുകളായി ഇവർക്കിടയിൽ ഒരു തർക്കം നിലനിന്നിരുന്നു എന്ന് മാതാപിതാക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് അഷീലിനെ നയിച്ചത് എന്ത് ഘടകമാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഈ ഒരു നടുക്കത്തിൽ തന്നെയാണ്. ഒപ്പം നാട്ടുകാരും നിലവിളിച്ചോടിയ ഈ രക്തത്തിൽ കുളിച്ച ഒരവസ്ഥയിലായിരുന്നു നീനുവിനെ അപ്പോൾ കാണപ്പെട്ടത്. ഉടൻ തന്നെ നീനു ഓടി അടുത്തുള്ളൊരു കടയിലേക്ക് കയറി ചെന്നത്. ആ കടയിലുള്ളവരും ഒപ്പം ഈ സമീപത്തുള്ള നാട്ടുകാരും ചേർന്നാണ് ഓട്ടോയിൽ കയറ്റി നീനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇവിടെ അടുത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്
നടക്കുകയാണ്. നീനു ഇങ്ങനെ എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പോലീസ് നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. എന്തായാലും കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നീനുവിനെ ഇത്തരത്തിൽ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് മുറിച്ചത്. പക്ഷെ എന്തിനാണ് അതിലേക്കുള്ള നയിച്ച ഘടകം എന്നിപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല, വ്യക്തമായിട്ടില്ല. പോലീസ് എന്തായാലും സമീപത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പ്രദേശം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ടേക്ക് ആരെയും തന്നെ പ്രവേശിപ്പിക്കുകയില്ല. ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ നീനുവിന്റെ ചെരുപ്പും അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു കത്തിയും നീനുവിന്റെ ബാഗും 2-വീലറും സ്കൂട്ടറും ഒക്കെ ഇവിടെ ഇരിക്കുന്നതായി കാണാനും സാധിക്കും. എന്തായാലും വളരെ നടുക്കപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നും സംഭവിച്ചത്. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതിയായ ഡോക്ടർ റുവൈസിന്റെ PG പഠനം തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. PG പഠനത്തിന് പുനഃപ്രവേശനം നൽകണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലിന്റെ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ തീരുമാനം. റുവൈസിനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടുക്കിയിലെ മാങ്കുളത്ത് വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. തമിഴ്നാട് സ്വദേശികളായ 4 പേരാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് മാങ്കുളം ആനക്കുളം റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ RSS നേതാവിന് കുത്തേറ്റു. പ്ലാവൂർ RSS മണ്ഡൽ കാര്യവാഹ് വിഷ്ണുവിനാണ് കുത്തേറ്റത്. 3 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമല്ലെന്നും വ്യക്തിപരമായ വിദ്വേഷമാണെന്നും പോലീസ് പറഞ്ഞു. ബൈക്കിൽ കയറുന്നതിനിടെ ചവിട്ടി വീഴ്ത്തി വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ പോലെ ഇത്തവണയും BSc നഴ്സിംഗ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ വേണ്ട എന്ന് സർക്കാർ തീരുമാനമെടുത്തു. ഇത് സ്വാശ്രയ കോളേജുകളെ സഹായിക്കാനാണ് എന്നുള്ള പരാതി ശക്തമായിട്ടുണ്ട്. ദേശീയ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിരുന്നത് പ്രവേശന പരീക്ഷ വേണമെന്നാണ്. പക്ഷേ സർക്കാർ ഈ നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല. ഇതാണ് സ്വാശ്രയ കോളേജുകൾക്ക് തലവരിപ്പണം വാങ്ങുവാനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ തീരുമാനമെന്ന പരാതി ഉയരാൻ കാരണമായിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. BSc നഴ്സിംഗ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ നടത്തണമെന്ന് കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ 2 വർഷവും സംസ്ഥാന സർക്കാർ അതിൽ ഇളവ് നേടിയിരുന്നു. ഈ വർഷം പ്രവേശന പരീക്ഷ നടത്താമെന്ന് സംസ്ഥാന സർക്കാർ INC-ക്ക് ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ ആ ഉറപ്പും ഇപ്പോൾ ലംഘിച്ചിരിക്കുകയാണ്. പ്രവേശന പരീക്ഷ നടത്താതെയുള്ള അഡ്മിഷനുകളിൽ ഒരു സീറ്റിന് 10 ലക്ഷം രൂപ വരെ തലവരിപ്പണം വാങ്ങുന്നു എന്ന് കാണിച്ച് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വലിയ തുക തലവരിപ്പണം വാങ്ങുന്നതിലൂടെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാതിരിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിന്റെ ആരോപണം. ഈ എക്സാം നടത്താത്ത എൻട്രൻസ് എക്സാം നടത്താതെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന അഴിമതിക്ക് വകവെക്കുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ഒരു നിലപാട് എടുത്തേക്കുന്നത്. സ്വാശ്രയ കോളേജുകളൊപ്പം തന്നെ സഹകരണ നഴ്സിംഗ് കോളേജുകളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഈ പൈസ മേടിക്കുക എന്നുള്ള ഒരൊറ്റ ധാരണ പുറത്ത് മാത്രമാണ് ഈ എൻട്രൻസ് സംവിധാനം മാറ്റി നിർത്തിക്കൊണ്ട് +2 മാർക്ക് ലിസ്റ്റിന് മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്മിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ 21 സംസ്ഥാനങ്ങളിൽ BSc നഴ്സിംഗ് പ്രവേശനത്തിന് പരീക്ഷ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് നഴ്സിംഗ് കൗൺസിലുകൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ നാമമാത്രമായ ചില സംസ്ഥാനങ്ങൾ പ്രവേശന പരീക്ഷ നടത്താത്തതിനാൽ വീണ്ടും ഇളവ് തേടാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് നടപടികളെക്കുറിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇത്തവണയും മുൻ വർഷത്തെ പോലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിലുള്ള നടപടികൾ തുടരുകയാണെന്നാണ് സഞ്ജയ് കൗൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ഇങ്ങനെ 20 ലക്ഷത്തോളം വോട്ടുകൾ നീക്കം ചെയ്യുകയുണ്ടായി എന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശുദ്ധീകരണ നടപടികൾ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആസ് ഓൺ 18/3 നമ്മുടെ ഡേറ്റ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫൈനൽ റോൾ പബ്ലിഷ് ചെയ്ത 22 ജാനുവരിയിൽ 2,70,99,000 നമ്പേഴ്സ് അപ്രോക്സിമേറ്റ്ലി ആയിരുന്നു. ഇൻ ദാറ്റ് വാട്ട് ഈസ് നോട്ടബിൾ ഇസ്, ഞാൻ 3 കണക്ക് ഞാൻ പറയാം.
നമ്മൾ ഒക്ടോബർ 27 പ്രഖ്യാപിച്ചു ഡ്രാഫ്റ്റ് റോളിനകത്ത് 18 to 19 ദാറ്റ് ഏജ് ഗ്രൂപ്പ് 77,000 വോട്ടേഴ്സ് ആയിരുന്നു, 77,000 സം നമ്പേഴ്സ്. ഈ ഫൈനൽ റോൾ പബ്ലിഷ് ചെയ്ത സമയത്ത് ഓൺ 22 ജാനുവരി 2,88,533. ഇപ്പോൾ ആസ് ഓഫ് 18/3 ഇറ്റ് ഈസ് 3,70,000. ഇലക്ഷൻ കമ്മീഷനിൻ്റെ ടോട്ടൽ ഫോക്കസ് രണ്ടുണ്ട്. വൺ ഇസ് അർബൻ ആപ്പത്തി ആൻഡ് സെക്കൻഡ് യങ് വോട്ടേഴ്സ് പലപ്പോഴും ഇവർ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ പെർസെൻറ്റേജിന് വോട്ടിംഗ് കുറവാണ്. നമ്പർ 1. നമ്പർ 2, അവർ എല്ലാവരും വന്നിട്ടുണ്ടോ, എത്ര കൂടുതൽ പേർക്ക് എടുക്കാൻ പറ്റും ഇലക്ടറൽ റോൾ, അതാണ് എൻ്റെ ശ്രമം. ഒക്ടോബർ 77,000, ഇന്നത്തെ 18-ാം തീയതി 3,70,000 ആണ്. 2023-24 ശ്രദ്ധിച്ചാൽ അറിയാം, ASD ഡെഡ് ഷിഫ്റ്റഡ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സായിട്ട് നമ്മൾ ഏകദേശം 20 ലക്ഷത്തിലേറെ കണ്ടെത്തി. അത്ര പേര് നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇതിനു വേണ്ടി 2 പ്രാവശ്യം BLOമാർ ഹൗസ് ടു ഹൗസ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ പ്രാവശ്യം സ്പെഷ്യൽ സമരി റിവിഷൻ്റെ ഭാഗമായിട്ട് 20 ലക്ഷത്തോളം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, കഴിഞ്ഞ തവണ ഒരുപാട് പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വന്നതാണ്. അതുമാത്രമല്ല, UDF ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്ന ആവശ്യത്തോടു കൂടി അവർ തന്നെ രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്തതാണ്. സ്വന്തം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചില കണ്ടെത്തലുകളൊക്കെ നടത്തി അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായിട്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്നതല്ലേ ഈ 20 ലക്ഷത്തോളം ആളുകളെ കണ്ടെത്തി, വ്യാജ വോട്ടർമാരെ കണ്ടെത്തി എന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. 20 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികൾ ബോധപൂർവം ചേർത്ത വ്യാജ വോട്ടുകൾ ഉണ്ടാവാം. അതിനുമപ്പുറം ഈ ഇരട്ടിപ്പ് വോട്ടുകളുണ്ട്. അതിൽ പോയവരെ ഒഴിവാക്കാത്തതും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പട്ടികയിലെ ഇരട്ടിപ്പ് 20 ലക്ഷത്തിലേറെ വ്യാജ വോട്ടർമാരെന്ന രീതിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ശുദ്ധീകരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷവും ഇക്കാര്യത്തിൽ പരിശോധനയുണ്ടാവും. എന്നു മാത്രമല്ല, ഇരട്ടിപ്പ് കണ്ടെത്തിയ പട്ടിക പ്രത്യേകം തയ്യാറാക്കി അത് മാറ്റിവെക്കും. ഒപ്പം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പ്രത്യേക പരിശോധന നടത്തി മാത്രമേ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നതുമാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതായത് വോട്ട് ചെയ്യാനെത്തിയാൽ വിരലടയാളവും സത്യവാങ്മൂലവും എഴുതി വാങ്ങിയ ശേഷം മാത്രമേ ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നതാണ് വ്യക്തമാക്കുന്ന കാര്യം. മഞ്ജുഷ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് ഇത്തവണ കള്ളവോട്ട് വ്യാപകമായി നടക്കും എന്ന പരാതി നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇത് ഏറ്റവും ശക്തമായി ഉന്നയിച്ചത് കോൺഗ്രസുമാണ്. ഇതിൽ ഉദാഹരണമായി പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർക്കപ്പെടുന്നു എന്ന പരാതി ഉണ്ടായതാണ്. ഇതിൻ്റെ ഒരു കണക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അടൂർ പ്രകാശിൻ്റെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും 390 പേരെ ഇതിനകം തന്നെ പട്ടികയിൽ നിന്നും അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഒപ്പം സംസ്ഥാനത്ത് ഈ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്നത് സംബന്ധിച്ചുള്ള നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്വാഭാവികമാണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം തന്നെയാണ് ഉണ്ടാവുന്നത് എന്നതാണ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനത്തിന്റെ പേരിൽ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത്. 2000-ലധികം പരാതികൾ ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ വോട്ടർമാരുടെ ഇതുവരെയുള്ള ഒരു കണക്കും പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രകാരം 2,70,00,000 വോട്ടർമാരായിരിക്കും ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തുക. ഇതിൽ കന്നി വോട്ടർമാർ 5,74,175 കന്നി വോട്ടർമാരും ഉണ്ടാകും. ഭിന്നലിംഗ വോട്ടർമാർ 309 സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 1,39,96,729 പുരുഷ വോട്ടർമാരുടെ എണ്ണം 1,31,00,000
2288 എന്നതാണ് കണക്ക്. ഒപ്പം പ്രവാസി വോട്ടർമാരുടെ കണക്കും ഇത്തവണ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 88,223 പ്രവാസി വോട്ടർമാർ, സർവീസ് വോട്ടർമാർ 57,679 എന്നതാണ് കണക്ക്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് പോസ്റ്റൽ ബാലറ്റ് സംവിധാനവും ഇത്തവണ ഉണ്ടായിരിക്കും. ശരി സജിത്ത്, എന്തായാലും 20 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇരട്ടിപ്പ് വോട്ടുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് 20 ലക്ഷത്തോളം വോട്ടർമാരെ നീക്കം ചെയ്തത്, അവരുടെ പേരുകൾ നീക്കം ചെയ്തത് വോട്ടർ പട്ടികയിൽ നിന്ന്. അത് കഴിഞ്ഞ് 2,70,00,000 വോട്ടർമാരാണ് ബാക്കിയുള്ളത്. ഇനിയും ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം വരെ, ആ സമയം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള അവസരമുണ്ട്. എന്നിട്ടാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. മലപ്പുറത്ത് NDA സ്ഥാനാർത്ഥി M. അബ്ദുൽ സലാം ന്യൂസ് 18 കേരളവുമായി സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഒരു വിവാദത്തിൽ പോയി ചാടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോയിൽ ആ വാഹനത്തിൽ കയറാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. പക്ഷേ ഇത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണെന്ന് പിന്നീട് മനസ്സിലായിരുന്നു. ഇത് വിവാദമാക്കിയതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളാണ് എന്നും അബ്ദുൽ സലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ശ്രീ അബ്ദുൽ സലാം പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ആ തിരക്കിനിടയിലും അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പ്രചരണം ആദ്യഘട്ടത്തിന്റെ അവസാന പാദത്തിലായിരിക്കുമല്ലോ, എങ്ങനെ പുരോഗമിക്കുന്നു? നല്ല പുരോഗതിയുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലത്തും എനിക്കൊന്ന് 80% സ്ഥലങ്ങളിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നല്ല റെസ്പോൺസുമാണ്. നമ്മൾ പ്രതീക്ഷയെക്കാളും നല്ല റെസ്പോൺസാണ്. ഒരു മോഡി വേവ് അടിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഒരു ഹിഡൻ വേവാണ്. കാര്യം പൊട്ടിച്ച് എടുക്കാൻ ഒരു കറുത്ത ആവരണം അവിടെ കിടക്കുന്നത്. അതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ അടിയിൽ നല്ല ഓളം വെട്ടുന്നുണ്ട്. ഈ മലപ്പുറത്തിന്, പ്രത്യേകിച്ച് മലപ്പുറത്തുകാർക്ക് BJPയോട് ഒരു തൊട്ടുകൂടായ്മ ഉണ്ടെന്നുള്ള പ്രചാരണം പലയിടത്തുണ്ട്. പക്ഷെ 10 കൊല്ലം പ്രൂവ് ചെയ്ത് അവരെ മനസ്സിലേക്ക് കയറി മോഡിജി, വിശേഷിച്ച് പെണ്ണുങ്ങളെ മനസ്സിലേക്ക് കയറി. പക്ഷെ അതിന് തുറന്നിടാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ എന്താ പറയണില്ല, മുണ്ട് മാറ്റിക്കളയുന്നതിനൊക്കെ കല്യാണം കഴിച്ച് വലിച്ചെറിയുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സംരക്ഷണ ഭിത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 കൈയോട് തൊഴുവില്ലേ. അതല്ല UPയിൽ അമ്പലം വരെ വെച്ച് മോഡിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മലപ്പുറത്ത് അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല, മോഡിജി കൊണ്ടുവന്ന 300-ലധികം പ്രോഗ്രാമിൽ 5, 6, 7 ഐറ്റം എത്താത്ത ഒരു വീടുമില്ല. അത് ആവാസ് യോജന ആവാം, മുദ്രാ ലോൺ ആവാം, ജൻധൻ ആവാം, ഉജ്ജ്വല ആവാം, എത്ര പ്രോഗ്രാം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആവാം. മോദിയുടെ ഗ്യാരണ്ടിയാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത് അല്ലേ? മോദിയുടെ ഗ്യാരണ്ടി തന്നെ, മോഡിയുടെ പ്രഭ തന്നെ, മോഡിയുടെ ആ സൂര്യപ്രഭ തന്നെയാണ്. എല്ലാ ജില്ലയിലും അത് തന്നെയാണ്. ഞങ്ങളൊക്കെ ഡമ്മിയായിട്ട് നിന്നു കൊടുക്കുന്നേ ഉള്ളൂ. പറയാനുള്ളത് മോഡിജിയുടെ ഫിലോസഫി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് വന്നപ്പോൾ അങ്ങേ റോഡ് ഷോയിൽ ഒപ്പം കൂടിയില്ല എന്നുള്ളത് വലിയ വിവാദമായിട്ടൊക്കെ പ്രചരിക്കും. അങ്ങനെ വിശദീകരണം തന്നതാണ്. പക്ഷെ അങ്ങേ കൂട്ടാത്തതിൽ സങ്കടം മറ്റു പാർട്ടിക്കാർക്കാണ് തോന്നും പലതും ചെയ്യാൻ. അത് നല്ലൊരു എക്സ്പ്ലനേഷൻ. അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ അത് ഇന്നലേക്ക് ഒരുപാട് പറഞ്ഞാണ്. എന്നാലും ബ്രീഫായിട്ട് പറയാം. മോഡിജി എവിടെ വരുന്നുണ്ട്, മോഡിജി എവിടെ പോയാലും ഒരു ഡിസ്ട്രിക്റ്റ് പോയാൽ ഒരു പ്രോട്ടോക്കോൾ, ആരൊക്കെ അദ്ദേഹത്തെ കാണണം, എങ്ങനെ കാണണം, എവിടെ നിൽക്കണം, സെക്യൂരിറ്റി, ഭയങ്കര സെക്യൂരിറ്റി അല്ലേ അദ്ദേഹത്തിനുള്ളത്. അതുപോലെ വണ്ടിയിൽ ആരൊക്കെ കയറണം, 2 പേരോ മാക്സിമം 3 പേരേ കയറാൻ പാടുള്ളൂ. പിന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് കയറുമ്പോൾ തന്നെ ഇന്നലെ അതിൽ കൂടുതൽ കയറി നിറഞ്ഞു നിൽക്കുകയാണ്. 1. രണ്ടാമത്, ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടുത്തെ കാൻഡിഡേറ്റേ പാടുള്ളൂ. 2, ഞാൻ അതിലില്ല. 3, അപ്രൂവ് ചെയ്ത ലിസ്റ്റിൽ ആദ്യമേ ഞാനില്ല. 4, എന്നെ അതിന് വിളിച്ചതുമില്ല. 5, ഞാൻ അങ്ങോട്ട് പോയതാണ്. എന്തിനു പോയി? പാലക്കാട് റോഡ് ഷോ പോലെ ഒരെണ്ണം ഇവിടെ നടത്തിക്കൂടെ? ഇവിടെ മോഡിജി വന്നുകൂടെ? ഇവിടെ മോഡിജി ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ മലപ്പുറം മറിഞ്ഞ് തിളയും. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. മോഡി പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6060, പവന് 48,480. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5050, പവന് 40,400. വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോർട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.